എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും മൈ ക്യാമ്പസിലേക്ക് സ്വാഗതം. സമൂഹത്തിൽ പിന്നോക്കം നിന്നിരുന്ന അല്ലെങ്കിൽ ചുമരുകൾക്കുള്ളിൽ അടിച്ചമർത്തപ്പെട്ടു പോകുമായിരുന്ന സ്ത്രീത്വത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തി അറിവിൻ്റെ പുതുവെളിച്ചം പകർന്നു നൽകി യുവതികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഉന്നത വിദ്യാഭ്യാസം എന്ന സ്വപ്നത്തെ സബലീകരിച്ചൊരു കലാലയം മൈ ക്യാമ്പസ്.
1964 കലാലയം സ്റ്റാർട്ട് ചെയ്തപ്പോൾ 5 ഡിഗ്രി കോഴ്സസും 16 സ്റ്റാഫ് അംഗങ്ങളും 302 വിദ്യാർത്ഥിനികളുമാണ് ഈ കോളേജിലുണ്ടായിരുന്നത്. ഇന്ന് 52 വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ, ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളും കഴിഞ്ഞ് നിൽക്കുമ്പോൾ 17 ഡിഗ്രി കോഴ്സസും 13 PG കോഴ്സസും 4 റിസർച്ച് സെൻറ്റേഴ്സും ഈ കലാലയത്തിന് സ്വന്തമായി അഭിമാനിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പുറകിൽ സെൻറ്റ് ജോസഫ്സിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഈ കലാലയം സെൻറ്റ് ജോസഫ്സ് തന്നെ ഒരുപാട് അനുഗ്രഹിച്ചതായി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസും ഫാക്കൽറ്റിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഇവിടെ നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്.
സ്വപ്നങ്ങളുടെ സബലീകരണമാണ് വിദ്യാഭ്യാസം. വിദ്യ അഭ്യസിക്കുന്നതിലൂടെ നാം ഓരോരുത്തരും അറിവിൻ്റെ ലോകത്തിലേക്കുള്ള ആദ്യ പടവുകൾ കയറുകയാണ്. എൻ്റെ കോളേജിൻ്റെ പേര് സെയിൻറ്റ് ജോസഫ്സ് കോളേജ്, ഇരിഞ്ഞാലക്കുട. ഞങ്ങളുടെ കോളേജിൻ്റെ മിഷൻ എന്ന് വെച്ചാൽ ടു ഇമാൻസിപ്പേറ്റ് ആൻഡ് എംപവർ വിമൻ ഇൻ എ ഫാർ മോർ ബെറ്റർ മാനർ. ഞങ്ങളുടെ കോളേജിൻ്റെ വിഷൻ ലൈഫ്, ലൈറ്റ് ആൻഡ് ലവ്. ഞങ്ങളുടെ കോളേജ് ഗേൾസ് ഓൺലി കോളേജ് ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കിട്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഞങ്ങളുടെ ഈ കോളേജ്. ഞാനിവിടുത്തെ ഒരു ഇലക്റ്റഡ് യൂണിയൻ മെമ്പറാണ്. സ്റ്റുഡൻറ്റ് എഡിറ്ററായിട്ടാണ് ഞാൻ ഇലക്റ്റഡ് ആയത്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടാൻ തന്നെ കാരണം ഇതൊരു മിക്സഡ് കോളേജ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനത്തെ ഒരു പ്രിഫറൻസിന് കിട്ടില്ലായിരിക്കാം. ഗേൾസ് ഓൺലി കോളേജ് ആയതുകൊണ്ട് മാത്രം അങ്ങനത്തെ ഒരു വലിയൊരു അംഗീകാരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളിപ്പോൾ യൂണിയൻ ഫോം ചെയ്തതിന് പിന്നാലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഗേൾസ് കോളേജ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഒരുമിച്ച് ഞങ്ങളെല്ലാ രീതിയിലും പുരോഗമനത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാൻ മാത്രമല്ല നല്ലൊരു മനുഷ്യനായി വളരാനും ഞങ്ങളെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ചേട്ടന്മാരെ, ചേച്ചിമാരെ, കുട്ടികളെ, കൂട്ടുകാരെ, നാടോടി പാട്ടുപാടി വന്നേ ഞാൻ യേശുവിൻ കഥകൾ ചൊല്ലാൻ വന്നേ. അന്ധനും ബധിരനും മുടന്തുള്ളവനും കൈയും കാലും തളർന്നവനും കുഷ്ഠരോഗിയും യേശുവിൻ വചനം കേട്ടിടുകിൽ മാറാത്ത രോഗവും മാറിപ്പോകുമേ. പാവമ പെണ്ണിന് രക്തസ്രാവം, തീരാത്ത രോഗവും ദുരിതങ്ങളും, കാലമേറെയായിട്ടും തീരാത്ത വ്യാധിയുമായി നിന്നവൾ ഒരു നാൾ യേശുവെ തൊട്ടേ അമ്പമ്പോ അവളുടെ രോഗം മാറി. കല്യാണ നാളിൽ കാനായിൽ വീഞ്ഞില്ലാതെ വിഷമത്തിലാ മനക്കേടായി
നാട്ടിലും വീട്ടിലും മാതാവ് യേശുവിൻ അരികിലെത്തി. ദൈവപുത്രൻ അനുഗ്രഹിച്ചു. ക്ഷണനേരം കഴിഞ്ഞില്ല, ഭരണിയിലെ ജലമെല്ലാം വീഞ്ഞായി മാറി മാളോരെ. നാട് ചുറ്റി നടന്നീശോ, ദൈവസ്നേഹം പറഞ്ഞീശോ, മുക്കുവരെ തന്റെ ശിഷ്യരാക്കി. 5 അപ്പവും 2 മത്സ്യവും കൊണ്ടവൻ 5000 പേരെ തൃപ്തനാക്കി. ലാസറിൻ ഭവനത്തിൽ ഒരു നാളെത്തി. കാര്യമറിഞ്ഞപ്പോൾ ദുഃഖിതനായി. മറിയത്തിൻ സോദരൻ ലാസർ രോഗിയായി മരണമടഞ്ഞിരുന്നു. യേശുവെ കണ്ടപ്പോൾ മാർത്തയും മറിയവും അലറിക്കരഞ്ഞു, പരിതപിച്ചു. യേശുവെ നീ വരാൻ വൈകിയതെന്റെ, സോദരൻ ഞങ്ങളെ വിട്ടുപോയി. കല്ലറയിൽ 3 ദിനം മുമ്പ് സംസ്കരിച്ചു ഞങ്ങൾ സോദരനെ. കാര്യമറിഞ്ഞുടൻ ദൈവത്തിൻ പുത്രൻ കല്ലറ തന്നിലായി പോയിടുന്നു. അത്ഭുതം കാണുവാൻ ആ ജനമെല്ലാം യേശുവിൻ പിന്നാലെ പോയിടുന്നു. കൈകൾ വിരിച്ചങ്ങ് പ്രാർത്ഥിച്ചവൻ ചൊല്ലി, ലാസറെ എഴുന്നേൽക്കൂ, പുറത്തു വരൂ. കല്ലറ പിളർന്ന് മൃതനാം ലാസർ ഉയർത്തെഴുന്നേറ്റു പുറത്തു വന്നു. അത്ഭുത ചിത്തരായി മാറിയ ജനമെല്ലാം യേശുവെ വാഴ്ത്തി പുകഴ്ത്തിയിടുന്നു. കാരുണ്യവാനവൻ ദൈവപുത്രൻ, മാനവരക്ഷകൻ ദൈവപുത്രൻ, പാപികൾ നമ്മളെ രക്ഷിപ്പാനായെന്ന് കുരിശിൽ മരിച്ചവൻ ദൈവപുത്രൻ. മാനവർ നാമെല്ലാം ഒന്നല്ലേ, ഏകദൈവത്തിൻ്റെ തനയരല്ലേ. പ്രവാചകരെല്ലാം ചൊല്ലിയതെന്നും യേശുവേ നീ എന്ന രക്ഷയല്ലേ. വഴിയും സത്യവും ജീവനുമായവന് യേശുവേ എന്നിൽ കനിയേണമേ. പാപങ്ങൾ സർവവും മാറ്റേണമേ. യേശുവേ എന്നിൽ കനിയേണമേ. പാപിയാമെന്നെ നീ കാക്കേണമേ. പാപിയാമെന്നെ നീ കാക്കേണമേ. പാപിയാമെന്നെ നീ കാക്കേണമേ. പുത്തൻ പുതു ക്യാമ്പസ് വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.